നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചു, ഞാൻ ദേ ഇവിടെ. എന്താ ലച്ചു വരാൻ വൈകിയത്? എന്തിനാ എന്നെ കാണുന്നു പറഞ്ഞത്? ലച്ചുന് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സ്വാതിയെ കതിർമണ്ഡപത്തിലേക്ക് എത്തിക്കാൻ ഞാൻ കൂടി ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്. ലച്ചു എന്നോട് ക്ഷമിക്കേ. വാക്ക് പാലിക്കാൻ കഴിയാത്തവൾ ഞാനല്ലേ? എന്നെ വിശ്വസിച്ച ഒരു മനുഷ്യൻ കതിർമണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്ന അദ്ദേഹം ചേച്ചിയെ കൊണ്ടുപോകാൻ ഇവിടെ വന്നതാ. അന്ന് ഞാൻ ആ മനുഷ്യനെ തടഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ചേച്ചി അന്ന് ഇവിടുന്ന് എടുത്തോണ്ട് പോയേനെ. വിഷവും കൈ കരുതി ഒരു മനുഷ്യനെ കതിർമണ്ഡപത്തിലേക്ക് അയക്കേണ്ടി വന്ന പാപിയായി ഞാൻ തീർന്നു. ഏതാപത്തിലും എന്റെ കൂടെ പെരുവണ്ണാപുരത്ത് അമ്മയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ അമ്മയെ വിളിച്ച് കരഞ്ഞപ്പോഴൊക്കെ അമ്മ എന്റെ വിളി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അമ്മ എന്റെ കൈയൊഴിഞ്ഞു. എന്റെ നാട്ടുകാരൊക്കെ പറയുമായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ലച്ചു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവുമെന്ന്. ലച്ചുവിന് മാത്രമേ ഭാഗ്യമില്ലാതെ പോയിട്ടുള്ളൂന്ന്. അതും സത്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കാരണം ഇനി എത്ര പേരാ മരിച്ചു വീഴാൻ പോകുന്നത്? ഒരു കുടുംബം മുഴുവനും ഇപ്പൊ ഇല്ലാതാവാൻ പോവാ. എല്ലാത്തിനും കാരണമായത് എന്റെ ഒരേ ഒരു വാക്കാ. പെരുവണ്ണാപുരത്ത് അമ്മയിൽ വിശ്വാസം അർപ്പിച്ച ഞാനത് പറഞ്ഞത്. ലച്ചു, നീ തോറ്റുപോയിട്ടില്ല. ഇതൊക്കെ ദേവി നിന്നെ പരീക്ഷിക്കുന്നതായി നീ കരുതണം. നിന്റെ ആത്മധൈര്യം എത്രത്തോളം ഉണ്ടെന്ന് ദേവി പരീക്ഷിക്കുന്നതാണെങ്കിലോ? ഞാനൊരു മണ്ടിയാണെന്ന് കരുതിയാണോ ഡോക്ടറിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മുഹൂർത്തത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് എഴുന്നേക്കാനായ പോലും എങ്ങനെ ചേച്ചിയുമായിട്ട് കതിർമണ്ഡപത്തിൽ എത്താനാവും? അദ്ദേഹം വിളിച്ചിട്ട് മറുപടി പറയാനില്ലാത്തോണ്ട് ഞാൻ ഫോണ് പോലും എടുക്കുന്നില്ല. സിദ്ധിമുത്തിയുടെ കയ്യിൽ അത്ഭുത ഫലസിദ്ധികളുള്ള മരുന്നുകളുണ്ട്. അവർ മനസ്സുവെച്ച സ്വാതിക്ക് എഴുന്നേൽക്കാനാവും. അതിന്റെ കാര്യം നീ എനിക്ക് വിട്. കതിർമണ്ഡപത്തിൽ സഞ്ജു മരിച്ചു വീഴാൻ പാടില്ല. നമ്മൾ അവനെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. അവൻ മരിച്ചെന്നറിഞ്ഞാൽ സ്വാതി പ്രാണത്യാഗം ചെയ്യും. പിന്നെ മംഗലശ്ശേരി വീട്ടിൽ എത്ര പേർ അവശേഷിക്കുമെന്നും അറിയില്ല. എല്ലാവരും രക്ഷിക്കാൻ ലച്ചുവിന് കഴിയും. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നേ? ലച്ചു കതിർമണ്ഡപത്തിൽ ചെന്ന് കല്യാണം മുടക്കണം. ഞാൻ സിദ്ധിമുത്തിയുടെ അടുത്തേക്ക് സ്വാതി കൊണ്ടുപോ. കതിർമണ്ഡപത്തിൽ ചെന്ന് എങ്ങനെയെങ്കിലും ലച്ചു കല്യാണം തടഞ്ഞു വെക്കണം. സ്വാതി വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഇത് നമ്മൾ നടത്തുന്ന അവസാനത്തെ കളിയാ. ഇതിൽ ജയം നമ്മുടേത് മാത്രമായിരിക്കണം. നിങ്ങൾ ചേച്ചി കൊണ്ടുവരൂ. യുദ്ധം ചെയ്യുന്നവര് തിരിഞ്ഞു നോക്കിയോ തോൽക്കുമെന്ന് കരുതിയോ അല്ല അതിനിറങ്ങുന്നത്. പോരാടുകയാണ്. ഇവിടെ അത് തന്നെ ചെയ്യണം. അവസാന നിമിഷം വരെയും പോരാടണം. ഇത് പറയാനാ ഞാൻ ലച്ചുവിനെ വിളിപ്പിച്ചത്. ലച്ചുവിനെ കൊണ്ടുപോകാൻ ഞാനൊരു കാർ വിളിച്ചിട്ടുണ്ട്. ഗേറ്റിന്റെ പുറത്ത് കാർ വന്ന് കിടപ്പുണ്ട്. ലച്ചു വാ. ചേച്ചി വന്നാലും ഇല്ലെങ്കിലും സഞ്ജുവിന്റെ താലി സഞ്ജനയുടെ കഴുത്തിൽ വീടില്ല. അത് തടയാൻ എനിക്ക് കഴിയും. എനിക്ക് മാത്രം. ദക്ഷമേ, ഞാൻ വരികയാണ്. നിങ്ങൾക്കെന്നെ തടയാൻ കഴിയുമെങ്കിൽ തടഞ്ഞു.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.